സോ ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു 2 ദിവസം മുന്നേ ഒരു Q&A ഒരു ഓപ്ഷനൊക്കെ ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിയൊക്കെ അറിയണം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരു Q&A ഇട്ടിരുന്നു. സോ അതിനുള്ള ഒരു ആൻസർ ഒബ്വിയസ്ലി എന്തായാലും ആ ഒരു Q&Aക്ക് ആൻസർ കൊടുക്കണമല്ലോ. ആൻഡ് നമ്മുടെ ചാനലിൽ തന്നെ ഈ ഒരു ചാനലിൽ രണ്ടാമത്തെ ഒരു Q&A വീഡിയോ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കോമൺ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് കുറേ പേര് ഒരേ ക്വസ്റ്റ്യൻസ് എന്നെ ചോദിച്ചിട്ടുണ്ട്. സോ അതിനൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ഫുൾ അങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അതിനൊക്കെ ഞാൻ കോമൺ ആയിട്ടായിരിക്കും ആൻസർ പറയുന്നത്. സോ ഞാൻ കുറേ പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. സോ ഇങ്ങനെ ഇടുന്ന ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസും ഇൻട്രസ്റ്റിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഞെക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതായിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുള്ള നായക് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് എന്നാണ്. എനിക്ക് ഏവിയേഷൻ പഠിക്കണം, ഞാൻ ആഗ്രഹമുണ്ട്. മേ ബി ഉദ്ദേശിച്ചിട്ട് ഏവിയേഷൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്, ബട്ട് 10th കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ഐഡിയ ഇല്ല, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഇതുപോലെ തന്നെ കുറേ പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പഠിക്കാൻ ഏവിയേഷൻ, അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് 12th കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ ഏവിയേഷനിലേക്ക്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. സോ എന്നോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അല്ലെങ്കിൽ നാഹിദ് എന്ന് പറയുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ യു ജസ്റ്റ് കംപ്ലീറ്റ് യുവർ 12th, ആഫ്റ്റർ ദെൻ ജസ്റ്റ് ഡു അ ഗ്രാജുവേഷൻ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ മോസ്റ്റ് ഓഫ് ദി ഏവിയേഷൻ എയർലൈൻസ് ആൻഡ് അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഓരോ തേർഡ് പാർട്ടി കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ പോലും അവർ ഗ്രാജുവേഷൻ ചോദിക്കുന്നുണ്ട്. ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് മുൻഗണന. ആൻഡ് ഇൻ യുവർ ഫ്യൂച്ചർ ഓൾസോ ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് അവർ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ യു ഡു ഗ്രാജുവേഷൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ജോയിൻ ഇൻ ഏവിയേഷൻ. സോ അതായിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു ഇതുള്ളത്. +2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കോഴ്സ് ചെയ്തിട്ട് ഒരു ഏവിയേഷനിലേക്ക് ജോയിൻ ചെയ്യാൻ പോണത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റേഴ്സ് കൂടുതലായിരിക്കും. എന്തായാലും ഇൻ്റർവ്യൂക്ക് ചെല്ലുമ്പം അവർ പറയും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഓപ്പൺ ആയി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതായിരിക്കും അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഉള്ളത്. സോ യു ഗൈസ് ബെറ്റർ ഡു എ ഗ്രാജുവേഷൻ ആൻഡ് ദെൻ ട്രൈ ഇൻ ടു ആൻ ഏവിയേഷൻ ഓർ എയർലൈൻ സെക്ടർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള മിസ്റ്റർ സ്റ്റുപ്പിഡ് സോൾ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് എന്നാണ്. ഗ്രൗണ്ട് സ്റ്റാഫ് ആവാൻ BBA പഠിക്കണോ, ഏത് കോഴ്സ് ആണ് എടുക്കേണ്ടത് അല്ല എടുക്കേണ്ടത്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു ഗ്രൗണ്ട് സ്റ്റാഫ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഒരു സ്പെസിഫിക് ഡിഗ്രി തന്നെ നിങ്ങൾ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഒരു BBA ഏവിയേഷൻ തന്നെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ BBA വേറെ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ഒരു അങ്ങനെ ആയിട്ടൊന്നും പറയും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എനി ഡിഗ്രി ഓർ എനി ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് പഠിക്കണം എന്നൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനിതൊന്നും പഠിച്ചിട്ടില്ല, സോ എനിക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയില്ല. സോ മേ ബി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ആ കോളേജിൽ നിന്ന് കിട്ടുന്ന മറ്റുള്ള ഡിഗ്രീനെക്കാട്ടിലും കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഏതൊരു ഡിഗ്രി എടുത്താലും നിങ്ങൾക്ക് എയർലൈൻ അല്ലെങ്കിൽ ഏവിയേഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് സ്റ്റാഫായി ജോയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ആൻഡ് ക്രൂ ആയിട്ട് ജോയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു സംഭവമാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞത്. സോ ഒരു ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനി ഡിഗ്രി ഈസ് ഫൈൻ. പിന്നെ അൻസിൽ 46 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ബ്രോ എയർപോർട്ടിൽ ഏത് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം വർക്കിംഗ് ആസ് എ എയർലൈൻ സെക്യൂരിറ്റി ഓഫീസർ ഫോർ അക്കാസ എയർലൈൻസ് ഇൻ ബാംഗ്ലൂർ എയർപോർട്ട്. സോ ബാംഗ്ലൂർ എയർപോർട്ടിൽ തന്നെ അക്കാസ എയർലൈൻസിൻ്റെ ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എയർലൈൻ സെക്യൂരിറ്റി എന്ന് പറയും. സോ എയർലൈൻ സെക്യൂരിറ്റി എന്നാണ് അതിന് പറയുന്നത്. ആൻഡ് ഇപ്പം ഞാൻ അതായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് കിരൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് എന്നാണ് ചോദിച്ചു, വാട്ട്സ് യുവർ ഹെയർ കട്ട് ആസ് എ cabin crew. So the first thing is I'm not a cabin crew, I'm not a crew cabin crew or a cockpit crew, I'm just a ground crew. ഞാനൊരു ഗ്രൗണ്ട് സ്റ്റാഫ് ആണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ കട്ടിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി സൈഡ് ബാക്കും കാര്യങ്ങളും എടുക്കൽ ആൻഡ് ഇവിടെ കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കും. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ടാണ് വെട്ടാറ്. അപ്പോൾ അവൻ തന്നെ അറിയാം ഞാൻ ഏതൊരു സ്റ്റൈലിലാണ് മുടി വെട്ടാറുള്ളത് ഈ ഒരു ടൈമിൽ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം. സോ അങ്ങനെയാണ് വെട്ടാറ്. ഓറൽസ് നിങ്ങൾക്ക് തന്നെ ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ട് ഒരു ക്രൂ കട്ട് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂയുടെ കട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ മതി ഒരു ക്രൂ കട്ട് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ കട്ടൊക്കെ അങ്ങനെ. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അവർ വെട്ടിത്തരുന്നതായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അനസ് AXZ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന്. സോ എഡ്യൂക്കേഷൻ ജേർണി പറയുമോ? മേ ബി എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ജേർണി ആയിരിക്കും. സോ ഫോർ മീ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ജേർണി എന്ന് പറയുന്നത്
ഞാൻ 10th ഐ മീൻ ടോട്ടലി +2 വരെ ഞാൻ നാട്ടിലാണ് പഠിച്ചിട്ടുള്ളത്. ഈ ഒരു മലപ്പുറം ജില്ലയിൽ 2 സ്കൂളുകളിലായിട്ട് തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളത്. 12th +1 ആൻഡ് +2 ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു. ആൻഡ് 12th കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തു, ഡിപ്ലോമ ഇൻ ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യാനായിട്ട്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഇൻ കേരള. ഞാൻ ജോയിൻ ചെയ്തിട്ട് ഞാൻ പഠിച്ചതൊക്കെ പൂനെയിലായിരുന്നു. ഈ ഒരു 1 year 1.5 year നേരെ 2 years ഞാൻ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പൂനെയിലായിരുന്നു. ആൻഡ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ബട്ട് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ്, നോട്ട് ബെസ്റ്റ് ബട്ട് സ്റ്റിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ ഞാൻ പഠിച്ചത് പൂനെയിലാണ്. സോ ഈ ഒരു 2 സ്ഥലത്തേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ആൻഡ് അബൌട്ട് മൈ ഗ്രാജുവേഷൻ ഓർ ലൈക്ക് മൈ ഡിഗ്രി, ഞാൻ കറൻ്റ്ലി പെർസ്യൂയിങ് ആണ്. ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ 2 years മുന്നേ അല്ലെങ്കിൽ ഒരു 1 year മുന്നേ ഞാനത് കംപ്ലീറ്റ് ആക്കേണ്ടതാണ്, 3rd year കൂടെ കംപ്ലീറ്റ് ആക്കേണ്ടതാണ്. പക്ഷേ ജോലിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് 3rd year കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഡിസ്റ്റൻസ് ഡിഗ്രിയാണ്, ഓപ്പൺ എന്താ പറയുക, ഓപ്പൺ കോളേജിൽ നിന്ന്. സോ ഇഗ്നോയിലാണ് ഞാൻ ചെയ്യുന്നത്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. സോ അതിലായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ ഡിഗ്രീന് കംപ്ലീറ്റ് ചെയ്യണം. ലാസ്റ്റ് 3rd year കൂടെ ബാക്കിയുള്ളൂ. സോ ഐ വാസ് പ്ലാനിങ് ടു കംപ്ലീറ്റ് ബൈ ദിസ് ഇയർ ഓർ നെക്സ്റ്റ് ഇയർ. സോ അതൊക്കെയാണ് ലൈക്ക് എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ജേർണി എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അഫ്ലി, എനിക്കത് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ടോട്ടലി ആ ഒരു അസ്തറ്റിക് പോലുള്ള ഒരു ഐഡിയ ആണ് കൊടുത്തിട്ടുള്ളത്. സോ അവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വേ ഓഫ് ടോക്കിംഗ് ഇംഗ്ലീഷ് ഓർ എങ്ങനെ ഇത്ര ഫ്ലുവൻസ് ആയത്? സോ ഇത് ഫ്ലുവൻസി ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ എൻ്റെ ഒരു ഇംഗ്ലീഷ് ഇപ്പോഴും ഫ്ലുവൻ്റ് ആണ് എന്നോ അല്ലെങ്കിൽ ഒരു ആക്സെൻ്റ് ഉണ്ടോന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് മിസ്റ്റേക്ക് വരാറുണ്ട്. സോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ നല്ല രീതിക്ക് എന്താ പറയുക മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ തന്നെ ട്രൈ ചെയ്ത് എടുത്തതാണ് ഈ ഒരു സ്റ്റേജ് വരെ. ആൻഡ് സ്റ്റിൽ ഐ എം കൗണ്ടിങ് ഓൺ ഇറ്റ്. ലൈക്ക് ഞാൻ എപ്പോഴും ട്രൈ ആക്കുന്നുണ്ട്. എനിക്ക് എവിടേക്കോ ചാൻസ് കിട്ടുന്ന ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ അവിടേക്ക് സംസാരിക്കും. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ ട്രൈ ടു വാച്ച് ഇംഗ്ലീഷ് മൂവീസ് സീരീസ്. ഇംഗ്ലീഷ് മൂവി സീരീസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കണ്ട് തുടങ്ങിക്കോളി. സോ നിങ്ങൾക്ക് എന്തായാലും അതിന് അവരൊരു വേ ഓഫ് ടോക്കിംഗ് ആൻഡ് ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവും. ഇത് ഞാൻ ചുമ്മാ പറയുന്നില്ല, പക്ഷേ എൻ്റെ ഒരു ഇതാണ്. ഞാൻ ചെറുപ്പം മുതൽ ഇംഗ്ലീഷ് മൂവീസ്, ഇംഗ്ലീഷ് കാർട്ടൂൺസ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. പണ്ടൊക്കെ കാർട്ടൂൺ കാണുമ്പോഴൊക്കെ എൻ്റെ വീട്ടുകാരും കസിൻസും ഫ്രണ്ട്സൊക്കെ പറയുന്നത്, എന്തിനാ കാർട്ടൂൺ കാണുന്നത്, എന്താണ് ലൈഫിൽ ഇതുകൊണ്ട് ഇപ്പോൾ നേടാനുള്ളത്, അതേ നേരം വേറെ എന്തെങ്കിലും കണ്ടുകൂടെ എന്നൊക്കെ വെച്ചിട്ട് ടി വിയിലൊക്കെ. സോ അന്ന് എനിക്ക് അതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചോര് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇതേ പറയാനുള്ളൂ, അറ്റ്ലീസ്റ്റ് ഞാൻ കുറച്ചെങ്കിലും എൻ്റെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. ഇപ്പം ആസ് പെർ ലൈക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഡേ ബൈ ഡേ I'm learning English and I'm just improving my skills to speak in English or like talk in English. And what we say, I'm trying to get mold up my accent and everything. So അതുകൊണ്ട് തന്നെ I'm just so proud of the old me who ever watched cartoon and English movies when I was a kid or when I was a child. So അത്രയാണ്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസ്, ഇംഗ്ലീഷ് സീരീസ് ഒക്കെ കാണാൻ സബ് ടൈറ്റിൽസ് ഒക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ അതാണ് ഏറ്റവും ബെറ്റർ വേ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള സെയ്ദ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് എന്നാണ്. ആൻഡ് ഈ ഒരു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ്. എനി വാക്കൻസി ഇൻ BLR എയർപോർട്ട് ഫോർ ഫ്രഷേഴ്സ്? ബാംഗ്ലൂർ എയർപോർട്ടിൽ വാക്കൻസി ഉണ്ട്. ഓബിയസ്ലി ബാംഗ്ലൂർ അത്രയും വലിയൊരു എയർപോർട്ടാണ് ആൻഡ് അവിടെ വാക്കൻസി ഉണ്ട്. എൻ്റെ ഒരു കമ്പനി എന്നല്ല, അവിടെ ടോട്ടലി കുറേ കമ്പനി, ഇപ്പോൾ ഇൻഡിഗോ ആണെന്നുണ്ടെങ്കിലും അക്കാസ, സ്പൈസ് ജെറ്റ്, അതുപോലെ തന്നെ എല്ലാ കമ്പനീസിലും വാക്കൻസീസ് ഉണ്ട്. സോ ഇപ്പോൾ ഡയറക്റ്റ് എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയർ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ആൻഡ് തേർഡ് പാർട്ടീസ് ലൈക്ക് GGI, എയർ ഇന്ത്യ, സാറ്റ്സ്, അങ്ങനെയൊക്കെ സെലബി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കരിയേഴ്സിലും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അതിൽ അവർ പോസ്റ്റ് ചെയ്യാറുണ്ട് നോർമലി. സോ ഒബിയസ്ലി അവിടെ വാക്കൻസീസ് ഉണ്ട്. ആൻഡ് വാക്കൻസീസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റുന്ന വാക്കൻസീസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് കോമൺ ആയിട്ട് കുറേ പേര് എൻ്റെ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇർഷാദ് ബിൻ ഷംസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് എന്നാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഹലോ ബ്രദർ, ഇന്റർവ്യൂ കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടാൻ എത്ര ടൈം എടുക്കുന്നത്? സോ അതിനുള്ളൊരു ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇഫ് ഐ എം റൈറ്റ്, ഞാൻ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻസ് അപ്പോൺ ദി കമ്പനി ആൻഡ് ഡിപ്പെൻസ് അപ്പോൺ ഇപ്പം എന്താ പറയുക അവർക്ക് എത്ര വാക്കൻസീസ് ഉണ്ട്. ആൻഡ് ആ ഒരു വാക്കൻസി ഉള്ളതിലേക്ക് തന്നെ അവർക്ക് അർജൻറ്റായിട്ട് ആളെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വരും. ഇപ്പം എൻ്റെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ്
ഒരു മൂന്നാമത്തെ നാലാമത്തെ ദിവസം ഓഫർ ലെറ്റർ വന്നു എനിക്ക്. എന്നിട്ട് അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം, ലൈക്ക് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് 10ാമത്തെ ദിവസം ഞാൻ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഓഫർ ലെറ്ററാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വിച്ച് മീൻസ് ലൈക്ക് ഒരാഴ്ചൻ്റെ ഉള്ളിൽ. ഇതിന് മുന്നൊക്കെ ഉള്ള ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ടൈം എടുത്തിട്ടാണ്, 1-2 മാസമൊക്കെ എടുത്തിട്ടാണ് വേറൊരു എയർലൈനിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് എൻ്റെ ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിൽ. സോ അത് ഡിപ്പെൻഡ് അപ്പോൺ ദി എയർലൈൻ ആൻഡ് അവരുടെ ഒരു വാക്കൻസി ഫില്ല് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക അർജൻസി, അതായിരിക്കും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരാനുള്ള ടൈം എടുക്കുന്നതെന്ന് പറയും. പിന്നെ ആഷി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ബ്രോന്റെ വീട് എവിടെയാണ്? സോ ആക്ച്വലി ഞാൻ പ്രോപ്പർലി വന്നിട്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്, കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത്. കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്തല്ല, അവിടുന്ന് കുറച്ച് മാറിയിട്ട് അരിമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ എയർപോർട്ടിൻ്റെ ഒക്കെ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്തുനിന്ന് ഒരു 10-15 മിനിറ്റിൻ്റെ യാത്രയുള്ളൂ. സോ ഐ ആം ബിലോങ് ടു മലപ്പുറം ഡിസ്ട്രിക്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ള, കുറേ പേർക്ക് അറിയാനുള്ള ആകാംക്ഷയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇതാ ഇർഫാൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഒന്നും ചോദിച്ചിട്ടുണ്ട്, വാട്ട്സ് മൈ ഏജ്, ലൈക്ക് എൻ്റെ ഏജ് എത്രയാണെന്ന്. സോ എൻ്റെ ഏജ് എന്ന് പറയുന്നത് ഐ ബി ലൈക്ക് 25 ബൈ ദിസ് സെപ്റ്റംബർ. ഈ വരുന്ന സെപ്റ്റംബറിൽ ഞാൻ 25 ആവും. സോ ഐ ആം ഏർലി 2000 കിഡ്. ഞാൻ 2000-ലാണ് ജനിച്ചത്. 2000 ലാസ്റ്റ് സെപ്റ്റംബറിലാണ് ജനിച്ചിട്ടുള്ളത്. സോ 2000 ജനിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് കൊല്ലത്തിന്റെ ലാസ്റ്റ് ഇപ്പൊ 2025 എന്നാണെന്നുണ്ടെങ്കിൽ 25 ഇയേഴ്സ്, 2026 എന്നാണെങ്കിൽ 26 ഇയേഴ്സ്, അങ്ങനെയാണ്. സോ ഐ ആം ലൈക്ക് റണ്ണിങ് ഇൻ 24 റൈറ്റ് നൗ. ഞാനിപ്പോൾ 24 വയസ്സായി, ഓടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഐ ആം ഗോയിങ് ടു ബി 25 ബൈ ദിസ് സെപ്റ്റംബർ. സോ സെപ്റ്റംബറിൽ എനിക്ക് 25 വയസ്സാവും, പിന്നെ അങ്ങോട്ട് 25 വയസ്സ് ഇൻഷാല്ലാ. ആൻഡ് അതാണ് എൻ്റെ ഒരു വയസ്സെന്ന് പറയുന്നത്. പിന്നെ ഫൈസാൻ എന്ന് പറയുന്നിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹൗ ലോങ് യു ഹാവ് ബീൻ ഇൻ ദി ഏവിയേഷൻ ഇൻഡസ്ട്രി? സോ ഫോർ മീ, ഞാനിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് പേഴ്സണൽ ആണ്. ലൈക്ക് ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ അക്കാസയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബീൻ നിയർലി ലൈക്ക് 2 ഇയേഴ്സ്. ഈ കഴിഞ്ഞ April 10th 2 വർഷമായി ഞാൻ അക്കാസ എയർലൈൻസിൽ, സോ ഏവിയേഷൻ സെക്ടറിൽ 2 വർഷമായി. സോ ഇതിന് മുന്നേ ഐ ഹാവ് ജോയിൻഡ് ഇൻ another firm. ഞാൻ ആ ഒരു ഇത് പറയുന്നില്ല, വിച്ച് വാസ് ലൈക്ക് എ ഡയറക്റ്റ് എയർലൈൻ. ആൻഡ് എൻ്റെ ആ ഒരു ഏജ് എന്ന് പറയുന്നത് 20-21 ആ ഒരു ഏജിലാണ്, ലൈക്ക് 21-21ാമത്തെ വയസ്സിൽ ഞാനൊരു ഡയറക്റ്റ് എയർലൈൻ സ്റ്റാഫ് ആയിരുന്നു. ബട്ട് ഞാൻ കുറേ കാലം അതിൽ വർക്ക് ചെയ്തില്ല. ഞാൻ ഒരു 1-1.5 മാസം വർക്ക് ചെയ്തിട്ട് ഞാൻ അതിൽ നിന്ന് ഇറങ്ങി. ആൻഡ് ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് പിന്നെ അക്കാസയിൽ ജോയിൻ ചെയ്യുന്നത്. സോ ഇപ്പോൾ അക്കാസയിൽ കറൻ്റ്ലി ഞാൻ 2 ഇയേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ നാജി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഏവിയേഷൻ ജോബ് കുറിച്ച് എന്താ അഭിപ്രായം, ഗ്രൗണ്ട് സ്റ്റാഫ് ആൻഡ് റാമ്പ്? സോ ഫോർ മീ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജോലി ലൈക്ക് ഇപ്പം ഞാൻ ഏവിയേഷനിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ലൈക്ക് അതെൻ്റെ ടീം ആവട്ടെ, ലൈക്ക് എൻ്റെ കൊളീഗ്സ് ആവട്ടെ, ഐ ആം ജസ്റ്റ് എൻജോയിങ് വിത്ത് ദം. ഡേ ബൈ ഡേ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ അറിയാലോ, കോർപ്പറേറ്റീവ് ലൈഫാണ്. സോ എന്തായാലും അങ്ങിങ്ങായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ഐ ആം ജസ്റ്റ് എൻജോയിങ് മൈ ജോബ് ആൻഡ് ദ പീപ്പിൾ ദാറ്റ് ഐ ആം വർക്കിംഗ് വിത്ത്. സോ അത് ഞാൻ ആക്ച്വലി റിയലി എൻജോയ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഇഷ്ടമാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഒബിയസ്ലി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ചെറുപ്പം മുതലേ ഏവിയേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല, ചെറുപ്പം മുതലേ എൻ്റെ മണ്ടയിൽ കയറിയിട്ടുള്ള ഒരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും സന്തോഷമായിട്ട് അല്ലെങ്കിൽ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് എൻ്റെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ ആം ജസ്റ്റ് സോ ഹാപ്പി ലൈക്ക് ടിൽ നൗ ആൻഡ് ഇൻഷാല്ലാ ഫോർ ദ ഫ്യൂച്ചർ ഐ വിൽ ബി എൻജോയിങ് മൈ ജോബ്. ആൻഡ് ടിൽ നൗ അൽഹംദുലില്ലാ എനിക്ക് എൻ്റെ ജോബ് അടിപൊളിയാണ്. പിന്നെ കുറേ പേര് വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞോ ആൻഡ് അതിൻ്റെ സ്റ്റോറി എന്താണ്, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. സോ അതൊക്കെ ഞാൻ അടുത്ത വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്. സോ ഇതിൽ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്താ പറയുക, കാര്യമായിട്ട് മെയിനായിട്ട് ഇത് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കുറേ പേര് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് ഞാൻ കുറച്ച് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞതാണ്. സോ യാ, ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ഇടുന്നതായിരിക്കും. സോ അത് നോട്ടിഫൈ ആയിട്ട് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആൻഡ് ബെല്ലൈക്കണും ഇട്ട് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. സോ നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കരിയർ വെബ്സൈറ്റ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ആയിരിക്കാം വിത്ത് ബാദ്ഷാ. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോയിൽ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ ബാദ്ഷാ സൈനിങ് ഓഫ്.